അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സൂറത്തുൽ ഫാത്തിഹയിലെ രണ്ടാമത്തെ വചനമായ അർ-റഹ്മാനിർ റഹീം എന്ന ആയത്താണ് ഇന്ന് നാം പഠിക്കുന്നത്. ഇതിൽ രണ്ട് പദങ്ങളാണുള്ളത്, അർ-റഹ്മാൻ, അർ-റഹീം. രണ്ടും ഒരേ ധാതുവിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. റഹ്മത്ത് എന്ന പദത്തിൽ നിന്നാണ് റഹ്മാൻ എന്നതും റഹീം എന്നതും ഉത്ഭൂതമായിട്ടുള്ളത്. റഹ്മത്ത് എന്നാൽ കാരുണ്യം, കരുണ ചെയ്യുന്നവൻ എന്ന അർത്ഥത്തിലാണ് റഹ്മാനും റഹീമും ഉപയോഗിച്ചിരിക്കുന്നത്. എങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ഒരു സംശയമുണ്ട്, എന്തിനാണ് ഈ രണ്ടു പദം ഉപയോഗിച്ചത്? അർ റഹ്മാൻ എന്ന് മാത്രം ഉപയോഗിച്ചാൽ പോരെ, അല്ലെങ്കിൽ അർ റഹീം എന്ന് മാത്രം ഉപയോഗിച്ചാൽ പോരെ? വിശുദ്ധ ഖുർആനിൽ അർ റഹ്മാൻ എന്ന് തുടങ്ങി ആരംഭിക്കുന്ന സൂറത്ത് തന്നെയുണ്ട്. അതൊരു ആയത്താണ്. സൂറത്തുർ റഹ്മാനിലെ ആദ്യത്തെ ആയത്ത് അർ റഹ്മാൻ എന്നാണ്. അർ റഹ്മാൻ അല്ലമൽ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ അർ റഹ്മാൻ എന്നും അർ റഹീം എന്നും ഉപയോഗിച്ചിരിക്കുന്നു. എന്തിനാണ് ഇവിടെ ഈ രണ്ട് പദങ്ങൾ ഉപയോഗിച്ചത്? അശ്ശൈഖ് ഇബ്നുൽ ഉസൈമീൻ റഹിമഹുല്ലാ ഇത് വളരെ വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നതിന്റെ ആശയം, അർ റഹ്മാൻ എന്നത് ഒരു സ്ഥിരനാമ ഗുണമാണ്. അർ റഹ്മാനു ദാത്തു സിഫത്ത്, അതായത് അള്ളാഹുവിന്റെ സത്തയിൽ ഉള്ള, എല്ലായ്പ്പോഴും അവന്റെ എല്ലാ സൃഷ്ടികൾക്കും, അതായത് അള്ളാഹുവിന് വഴിപ്പെട്ടവരെന്നോ വഴിപ്പെടാത്തവരെന്നോ വ്യത്യാസമില്ലാതെ കരുണ ചെയ്തുകൊണ്ടിരിക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് റഹ്മാൻ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് മഴയും ചൂടും തണലും തണുപ്പും ആഹാരവും സന്താനങ്ങളും അങ്ങനെ എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ അത്തരത്തിലുള്ള എല്ലാ അനുഗ്രഹങ്ങളും യാതൊരു വിവേചനവുമില്ലാതെ എല്ലാത്തരം മനുഷ്യർക്കും അവന് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും നൽകിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു കാരുണ്യത്തെ സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ് അർ റഹ്മാൻ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. അദ്ദേഹം അത് വിശദീകരിക്കുന്നത് ഇപ്രകാരമാണ്: അർ റഹ്മാനു ബിമഅനൽ വാസിഇർ റഹ്മ വർ റഹീം ബിമഅനൽ മൂസി ലിർറഹ്മത്തി ഇലാ മൻ യശാ. റഹ്മാൻ എന്നാൽ അവന്റെ വിശാലമായ കാരുണ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. എല്ലാ വിഭാഗം ആളുകൾക്കും, വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും ഒരുപോലെ യാതൊരു വ്യത്യാസവുമില്ലാതെ ധിക്കാരികളാണ് എന്നതുകൊണ്ട് അള്ളാഹുവിന്റെ മഴയും തണുപ്പും ചൂടും നൽകാതിരിക്കുന്നില്ല, അവന്റെ വായു അവർക്ക് ശ്വസിക്കാൻ ലഭിക്കാതിരിക്കുന്നില്ല. മറിച്ച് അവർക്കും അതുപോലെ തന്നെ വിശ്വാസികൾക്കും ഒരുപോലെ അവൻ ഗുണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിനെയാണ് അർ റഹ്മാൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ വർ റഹീം ബിമഅനൽ മൂസിലി ലിർറഹ്മത്തി ഇലാ മൻ യശാ, റഹീം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവന് വഴിപ്പെട്ട ആളുകൾക്ക്, അതായത് അള്ളാഹുവിന് കീഴൊതുങ്ങിയ ആളുകൾക്ക് അവൻ വിശാലമായി അവന്റെ കാരുണ്യം നൽകിക്കൊണ്ടിരിക്കും. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല പാരത്രിക ലോകത്തേക്ക് വെച്ചിട്ടുള്ളതാകുന്നു. ഈ ഒരു കാര്യത്തെ സൂചിപ്പിക്കാനാണ് അർ റഹീം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അള്ളാഹുവിന്റെ റഹ്മത്ത് എന്നുള്ളത് അതിവിശാലമായ അള്ളാഹുവിന്റെ ഒരു ഔദാര്യമാണ്, എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഏതു മനുഷ്യനോടും അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ ഈ റഹ്മത്തിനെ സംബന്ധിച്ച് നിരാശപ്പെടേണ്ടതില്ല. മനുഷ്യരിൽ പലതരത്തിലുള്ള ആളുകളുണ്ട്. അക്രമികളായ ആളുകൾ, ധിക്കാരികളായ ആളുകൾ, തോന്നിവാസികളായ ആളുകൾ, എല്ലാ വൃത്തികേടുകളും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെയുണ്ട്. സ്വാഭാവികമായും അത്തരം അക്രമം ചെയ്യുന്ന ആളുകളോട് അതിയായ വെറുപ്പും വൈരാഗ്യവും ഉണ്ടാവേണ്ടതാണ്. അവരെ ആ രീതിയിലാണ് അഭിസംബോധന ചെയ്യേണ്ടത്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഖുൽ, പ്രവാചകരെ പറയുക, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. എന്റെ അടിമകളെ, സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ചിട്ടുള്ള എന്റെ അടിമകളെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അള്ളാഹുവിന്റെ കാരുണ്യത്തെ സംബന്ധിച്ച് നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അക്രമം ചെയ്ത ആളുകളെ വിളിക്കുന്നത് യാ ഇബാദ്, എന്റെ അടിമകളെ എന്നാണ്. യഥാർത്ഥത്തിൽ അക്രമികളെ, പാപികളെ, കുറ്റവാളികളെ, തോന്നിവാസികളെ എന്നിങ്ങനെയാണ് വിളിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അപ്രകാരം അവരെ വിളിക്കുന്നില്ല. മറിച്ച് എന്റെ അടിമകളെ എന്ന് വിളിച്ചുകൊണ്ട്, അള്ളാഹുവിലേക്ക് ചേർത്ത് വിളിച്ചുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അഭിസംബോധന ചെയ്യുന്നത്. എന്നിട്ട് പറഞ്ഞതാവട്ടെ, നിങ്ങൾ എത്ര തന്നെ അക്രമം ചെയ്തു പോയാലും നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല. നിങ്ങൾ എന്റെ കാരുണ്യത്തെ സംബന്ധിച്ച് ബോധവാന്മാരാണെങ്കിൽ, അതിൽ നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടെങ്കിൽ, ലാ തഖ്നതു മിർ റഹ്മത്തില്ല, അള്ളാഹുവിന്റെ കാരുണ്യത്തെ സംബന്ധിച്ച് നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, തീർച്ചയായിട്ടും അള്ളാഹു മുഴുവൻ പാപങ്ങളും പുറത്തു കൊടുക്കുന്നവനാകുന്നു. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, ഇങ്ങനെയാണിത് അവസാനിപ്പിക്കുന്നത്. തീർച്ചയായും അവൻ അങ്ങേയറ്റം പൊറുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാകുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ കാരുണ്യം അവന്റെ കോപത്തെ അതിജയിച്ചിരിക്കുന്നു എന്നാണ്.
എത്ര പാപികളായാലും അക്രമികളായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ കൈയൊഴിക്കുകയില്ല, ഖേദിച്ചു മടങ്ങാൻ തയ്യാറാണെങ്കിൽ എന്നർത്ഥം. തന്റെ സൃഷ്ടികളോട് അള്ളാഹുവിന് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് ഈ ആയത്ത് വ്യക്തമാക്കി തരുന്നുണ്ട്. മറ്റൊരിടത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വറഹ്മതി വസിഅത് കുല്ല ഷൈഇൻ, എന്റെ കാരുണ്യം, എന്റെ റഹ്മത്ത് എല്ലാത്തിലും വിശാലമായിരിക്കുന്നു. എന്റെ അടിമകളെ താങ്കൾ വിവരമറിയിക്കണം. ഇന്നി അനൽ ഗഫൂറുർ റഹീം, ഞാൻ അങ്ങേയറ്റം പൊറുക്കുന്നവനും കരുണ ചെയ്യുന്നവരുമാണെന്ന്. അള്ളാഹുവിന്റെ കാരുണ്യം അതിവിശാലമായതാണ്. ഇവിടെ ഷൈഇ എന്ന് ഉപയോഗിച്ചിട്ടുള്ളത് എത്ര ചെറിയ വസ്തുവായാലും, അതുപോലെ തന്നെ ഈ പ്രപഞ്ചവും അതിലുള്ള സകല ചരാചരവും അടങ്ങിയാലും അതെല്ലാം ഷൈഇ എന്ന വാക്കിൽ ഉൾപ്പെടുന്നതാണ്. അവക്കെല്ലാം ചെറിയ നിസ്സാരമായ ഒരു പുഴുവിനോ ഒരു പുൽക്കൊടിക്കോ അതല്ലെങ്കിൽ അതിനേക്കാൾ ഭീമാകാരമായ ജീവികളാവട്ടെ വസ്തുക്കളാവട്ടെ എല്ലാത്തിനും അള്ളാഹുവിന്റെ കാരുണ്യം വിശാലമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അത് വിശാലമാണ് എന്നർത്ഥം. അള്ളാഹുവിന്റെ കാരുണ്യത്തിന് പുറത്തു നിൽക്കുന്ന, അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കാത്ത ഒരു പുഴു പോലും ഒരു പുൽക്കൊടി പോലും ഈ പ്രപഞ്ചത്തിലില്ല എന്നതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല അള്ളാഹുവിന്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഓരോ വ്യക്തിയും അവരുടെ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കുന്നത്. അല്ലെങ്കിൽ മനുഷ്യൻ അക്രമിയും ധിക്കാരിയുമാകുമായിരുന്നു. യൂസുഫ് നബി അലൈഹിസ്സലാം പറയുന്ന വാക്കുകൾ പ്രസിദ്ധമാണ്. സൂറത്ത് യൂസുഫ് 53-ാം വചനത്തിൽ നമുക്ക് കാണാം, ഇന്നൻ നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂ ഇല്ലാ മാ റഹിമ റബ്ബി. മനുഷ്യർ തിന്മയിലേക്ക്, തെറ്റിലേക്ക് ചാഞ്ഞു പോകുന്ന ആളുകളാണ്. അവരുടെ പ്രകൃതം അങ്ങനെയാണ്. മനസ്സ് തിന്മക്ക് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇല്ലാ മാ റഹിമ റബ്ബി, എന്റെ റബ്ബ് കരുണ ചെയ്തവരൊഴികെ. അപ്പോൾ അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ് തിന്മ ചെയ്യാതെ, പാപം ചെയ്യാതെ, പാപങ്ങളിലേക്ക് ചെന്ന് ചാടാതെ മനുഷ്യൻ മാറി നിൽക്കുന്നത്. അത് അള്ളാഹുവിന്റെ കാരുണ്യമാണ്. ആ കരുണ ലഭിക്കുന്ന ആളുകൾക്ക് മാത്രമേ അതിന് സാധ്യമാകൂ എന്നാണ് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മിൽ നിന്നുണ്ടാകുന്ന ഏതൊരു നന്മയും, അത് ചെറുതാവട്ടെ വലുതാവട്ടെ, അത് അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ് ഉണ്ടാകുന്നത്. ഞാൻ ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. റബ്ബ് എന്നോട് ചെയ്ത കാരുണ്യമാണ്, എനിക്ക് ചെയ്തിട്ടുള്ള കരുണയാണ് എനിക്ക് സംസാരിക്കാൻ കഴിയുന്നു എന്നുള്ളത്. ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് കേൾക്കുവാനുള്ള കഴിവ് അത് അള്ളാഹുവിന്റെ കാരുണ്യത്തിൽപ്പെട്ടതാണ്. അള്ളാഹുവിന്റെ കാരുണ്യമില്ലെങ്കിൽ ഇതിനൊന്നും സാധ്യമാവുകയില്ല എന്നർത്ഥം. നൂഹ് അലൈഹിസ്സലാമിന്റെ ചരിത്രം പരാമർശിക്കുന്നിടത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നൂഹിന്റെ മകന്റെ അവസ്ഥയെ സംബന്ധിച്ച് സൂചിപ്പിച്ചു. മഹാപ്രളയമുണ്ടായി. ആ പ്രളയമുണ്ടായ സമയത്ത് നൂഹ് അലൈഹിസ്സലാമിന്റെ മകനോട് അദ്ദേഹം പറഞ്ഞു, ഇർകബ് മഅന, ഇതാ ഞങ്ങളോടൊപ്പം കയറിക്കൊള്ളുക, ഇതിൽ സഞ്ചരിച്ചു കൊള്ളുക, കയറുക, രക്ഷപ്പെട്ടുകൊള്ളുക. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ലാ ആസിമൽ യൗമ മിൻ അംരില്ലാഹി ഇല്ലാ മൻ റഹിമ റബ്ബി. അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് ഇന്ന് രക്ഷിക്കാൻ ആരുമില്ല, അവൻ കരുണ ചെയ്തവരൊഴികെ. നൂഹിന്റെ മകൻ പറഞ്ഞത്, ഞാൻ വല്ല മലയിലും പോയി കയറി രക്ഷപ്പെട്ടുകൊള്ളാമെന്നായിരുന്നു. നൂഹ് അലൈഹിസ്സലാം നൂഹിന്റെ മകനെ ഓർമ്മപ്പെടുത്തുന്നത്, ലാ ആസിമൽ യൗമ മിൻ അംരില്ലാ ഇല്ലാ മൻ റഹിമ റബ്ബി. ഇന്ന് അള്ളാഹുവിന്റെ ഈ ശിക്ഷയിൽ നിന്ന്, ഈ പ്രളയത്തിൽ നിന്ന്, ഈ ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹു കരുണ ചെയ്ത, അള്ളാഹു റഹ്മത്ത് ചെയ്ത ആളുകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ, അല്ലാത്തൊരാൾക്കും അതിന് കഴിയുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ അള്ളാഹുവിന്റെ കാരുണ്യം വേണം ഏതൊരു രക്ഷയും നമുക്ക് ലഭിക്കണമെങ്കിൽ എന്നർത്ഥം. ഇത് വലിയൊരു പാഠം നമുക്ക് നൽകുന്നുണ്ട്. ലോകം മുഴുവനും ദുരന്തങ്ങളിൽ അകപ്പെടുമ്പോഴും, അതുപോലെ തന്നെ രോഗങ്ങളും പ്രയാസങ്ങളും നമ്മെ വരിഞ്ഞു മുറുക്കുന്ന സന്ദർഭങ്ങളിലും, എല്ലാ വാതിലുകളും നമ്മുടെ മുമ്പിൽ കൊട്ടിയടക്കുമ്പോഴും മലർക്കെ തുറന്നിട്ടിരിക്കുന്നൊരു വാതിലുണ്ട്. അത് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ വാതിലാണ്, അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ വാതിലാണത്. അത് നമുക്ക് തുറക്കപ്പെടണമെങ്കിൽ സൃഷ്ടാവായ റബ്ബ് റഹീമാണെന്ന് അംഗീകരിച്ച്, അവൻ റഹ്മാനും റഹീമുമാണെന്ന് അംഗീകരിച്ച് നമ്മുടെ ആവശ്യങ്ങൾ അവനോട് പറഞ്ഞുകൊണ്ടിരിക്കണം, ചോദിച്ചുകൊണ്ടിരിക്കണം, കരുണയ്ക്ക് വേണ്ടി യാചിച്ചുകൊണ്ടിരിക്കണം. ഇതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിനെ റഹ്മാൻ എന്ന് വിളിക്കുന്ന ഒരു മനുഷ്യനുണ്ടാകുന്ന മറ്റൊരു ഗുണം, അള്ളാഹുവിനെ റഹ്മാൻ ആണെന്ന് പൂർണ്ണമായി അംഗീകരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യന് മറ്റൊരാളോടും വെറുപ്പോ പകയോ അവരെ ആക്രമിക്കാനോ അവരെ ഉപദ്രവിക്കാനോ സാധിക്കുകയില്ല. കാരണം അവന്റെ കാരുണ്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കരുണ ചെയ്തതുപോലെ നാം മറ്റുള്ളവർക്ക് കരുണ ചെയ്യണം എന്ന ചിന്ത അവനിൽ ഉണ്ടാക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇർഹമു മൻ ഫിൽ അർദ് യർഹമുകും മൻ ഫിസ് സമാ. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ ചെയ്യുകയും എന്നാൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ ചെയ്യും. അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കാൻ ഒരു ഉപാധിയായി പറഞ്ഞത് ഇർഹമു മൻ ഫിൽ അർദ്, ഭൂമിയിലുള്ള മനുഷ്യരെ, ഭൂമിയിൽ
പോലെയുള്ള ജീവികൾ ഇവയോടൊക്കെ കരുണ കാണിക്കുവാൻ മനുഷ്യർ തയ്യാറാവണം എന്നർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ, ദാഹിച്ചു വലഞ്ഞു വരുന്ന ഒരു നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ സ്വർഗാവകാശിയായ ഒരു മനുഷ്യനെ സംബന്ധിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ ഒരു പൂച്ചയെ ഭക്ഷണം കൊടുക്കാതെ കെട്ടിയിട്ടതിന്റെ പേരിൽ നരകത്തിൽ പോകേണ്ടി വന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചും പറഞ്ഞു. ഇത് രണ്ടും സൂചിപ്പിക്കുന്നത് മനുഷ്യരോടൊന്ന് മാത്രമല്ല, ഏതൊരു ജീവിയോടും കരുണ കാണിക്കുന്നത്, പച്ചക്കരളുള്ള ഏതൊരു ജീവിയോടും കരുണ കാണിക്കുന്നത് ഹൈറാണ്, നന്മയാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. അള്ളാഹു അവന്റെ മേൽ സ്വയം നിർബന്ധമാക്കിയിട്ടുള്ള ഒരു ഗുണമാണ് കാരുണ്യം. കതബ അലാ നഫ്സിഹിർ റഹ്മ, അള്ളാഹു അവന്റെ മേൽ റഹ്മത്തിനെ നിർബന്ധമാക്കിയിരിക്കുന്നു, കാരുണ്യത്തെ നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന് പഠിപ്പിച്ചു. കുറ്റം ചെയ്ത ആളുകളെ ശിക്ഷിക്കുവാനുള്ള അവകാശം അള്ളാഹുവിനുണ്ട്. ആരും തന്നെ അതിന് ചോദ്യം ചെയ്യുകയില്ല. എന്നാൽ അവൻ അവന്റെ കോപത്തേക്കാൾ അവന്റെ കാരുണ്യത്തിനാണ് മുൻഗണന നൽകുന്നത്. കുറ്റം ചെയ്ത ആളുകൾക്ക് പുറത്തു കൊടുക്കുവാനുള്ള താല്പര്യം, പുറത്തു തരാൻ, പശ്ചാത്തപിക്കാൻ തയ്യാറുണ്ടോ, തിന്മയിൽ നിന്ന് മടങ്ങാൻ തയ്യാറുണ്ടോ, എത്ര വലിയ തെറ്റുകളായിരുന്നാലും അത് പുറത്തു കൊടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തയ്യാറാകുന്നു എന്നർത്ഥം. സൃഷ്ടികൾ പരസ്പരം കാണിക്കുന്ന കരുണയുടെ, സ്നേഹത്തിന്റെ ആഴം നമുക്കറിയാം. മനുഷ്യർ തമ്മിൽ വലിയ സ്നേഹമാണ്, പരസ്പരം കരുണ കാണിക്കാറുണ്ട്. ഒരു മാതാവ് തന്റെ മക്കളോട് കാണിക്കുന്ന സ്നേഹം, ഒരു പക്ഷി അതിന്റെ കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന സ്നേഹം, അതെല്ലാം അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ 100ൽ ഒരു അംശത്തിൽ നിന്നുള്ള ഒരു ഭാഗം മാത്രമാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഖലഖർ റഹ്മത യൗമ ഖലഖഹ ബിഅത റഹ്മതി ഫഅംസക ഇൻദഹു 99 റഹ്മത ഫഅർസല ഫീ ഖൽഖിഹി കുല്ലിഹിം റഹ്മതൻ വാഹിദ. അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്തിനെ പടച്ച ദിവസം ഖലഖഹ ബിഅത റഹ്മ, അതിനെ 100 ഭാഗമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ ഭാഗിച്ചിരിക്കുന്നു. എന്നിട്ട് ഫഅംസക ഇൻദഹു 99 റഹ്മതൻ, ആ 100ൽ 99 ഭാഗവും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പക്കൽ അവൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. ഫഅർസല ഫീ ഖൽഖിഹി കുല്ലിഹിം റഹ്മതൻ വാഹിദ, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് അവന്റെ സൃഷ്ടികൾക്കായിട്ട് അവൻ ഇറക്കിക്കൊടുത്തത് ഒരേ ഒരു റഹ്മത്ത് മാത്രമാകുന്നു. അപ്പോൾ ആ ഒരു റഹ്മത്ത് കൊണ്ടാണ്, 100ൽ ഒരംശമായ റഹ്മത്ത് കൊണ്ടാകുന്നു ഈ ഭൂമിയിലുള്ള സകല ജീവികളും അവരുടെ കുഞ്ഞുങ്ങളോടും അതുപോലെ തന്നെ മനുഷ്യർ മറ്റ് ഇതര ജന്തുക്കളോടും മനുഷ്യരോടും ഒക്കെ കാണിക്കുന്നത് ഈ 100ൽ ഒരംശത്തിന്റെ ചെറിയൊരു അംശം മാത്രമാകുന്നു. ഒരു മാതാവിന് തന്റെ കുഞ്ഞിനോടുണ്ടാകുന്ന സ്നേഹം നമുക്കറിയാം. ആ സ്നേഹം 100ൽ ഒരംശത്തിന്റെ ചെറിയൊരു അംശം മാത്രമാകുന്നു. അപ്പോൾ ബാക്കി 99 ഭാഗത്തിന്റെ ആഴം എത്ര ഉണ്ടായിരിക്കും, അതിന്റെ പരപ്പെത്രയായിരിക്കും? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിവെച്ചിരിക്കുന്നു. എന്തിനു വേണ്ടി? അള്ളാഹുവിനെ ഭയപ്പെട്ട് അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിധേയരായി തെറ്റുകൾ പറ്റിപ്പോയാൽ ഏറ്റുപറഞ്ഞ് ഖേദിച്ചു മടങ്ങി അള്ളാഹുവിന്റെ അടുക്കലേക്ക് തിരിച്ചു ചെല്ലുന്ന അവന്റെ ഇഷ്ടദാസന്മാർക്ക് കരുണ ചെയ്യുവാൻ വേണ്ടി, അതിനുവേണ്ടി 99 ഭാഗവും മാറ്റിവെച്ചിരിക്കുന്നു എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നാം തമ്മിൽ കാണിക്കുന്നതെല്ലാം ഈ ഒരു ഭാഗത്തിൽപ്പെട്ട ഒരംശം മാത്രമാണ്. സഹോദരന്മാരെ, നാം അർ റഹ്മാനിർ റഹീം എന്ന് ഓതുന്ന സമയത്ത് അള്ളാഹുവിന്റെ ഈ കാരുണ്യത്തെ സംബന്ധിച്ചുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം. ഇതര സൃഷ്ടിജാലങ്ങളോട് ഞാൻ കരുണ ചെയ്യുവാൻ ബാധ്യസ്ഥനാണ് എന്ന ബോധ്യം നമുക്കുണ്ടാവണം. മാത്രമല്ല അള്ളാഹുവിന്റെ ഈ നാമങ്ങൾ വെച്ചുകൊണ്ട് വിളിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുവാൻ നമ്മൾ തയ്യാറാവണം. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ ആവശ്യം എന്താണ്? നമുക്ക് കാരുണ്യമാണ് ആവശ്യമുള്ളത്. നമ്മൾ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു, നമുക്ക് കരുണ വേണം. യാ റഹ്മാൻ യാ റഹീം, എന്നോട് കരുണ കാണിക്കണമേ, എന്നെ സഹായിക്കണമേ, ഇങ്ങനെ ആവശ്യം ഉന്നയിക്കുവാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അല്ലാഹുമ്മ ലാ തഹ്രിംനാ റഹ്മതിക ബിസബബി ദുനൂബിനാ വജ്അൽനാ മിമ്മൻ ശമിൽതഹു റഹ്മതുക ഫിദ് ദുനിയാ വൽ ആഖിറ. റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മതൻ വഹയ്യി ലനാ മിൻ അംരിനാ റശദാ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയ്യിനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു